ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 12 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ഓണം വിന്നറായി മാറിയിരിക്കുന്നത് കിഷ്കിന്ദ കാണ്ഡം എന്ന ആസിഫ് അലി ചിത്രമാണ്. ഈ സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 7 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കേരള വീക്കെൻഡ് കളക്ഷൻ 4,37,00,000 രൂപയാണ്. 5-ാം ദിവസമായ തിങ്കളാഴ്ച 2,57,00,000 രൂപയും 6-ാം ദിവസമായ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് 2,79,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് 9,73,00,000 കേരള കളക്ഷൻ സ്വന്തമാക്കിയ സിനിമ 7-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് 2,57,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി കിഷ്കിന്ദ കാണ്ഡം നേടിയെടുത്തിരിക്കുന്നത് 12,30,00,000 രൂപയാണ്. GCC ഓവർസീസ് കളക്ഷനായി ഒരാഴ്ച കൊണ്ട് കിഷ്കിന്ദ കാണ്ഡം നേടിയെടുത്തത് 6,85,00,000 രൂപയാണ്. ആസിഫ് അലി ചിത്രങ്ങളിൽ തലവൻ നേടിയെടുത്ത ഓവർസീസ് കളക്ഷൻ റെക്കോർഡാണ് കിഷ്കിന്ദ കാണ്ഡം ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 2 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ ഒരാഴ്ച പിന്നിടുമ്പോൾ 21 കോടിക്ക് മുകളിൽ കളക്ഷൻ ചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. 5.5 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതേസമയം 8-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലെ നിലവിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് അനുസരിച്ച് ഈ സിനിമ 1.5-2 കോടി റേഞ്ചിൽ കളക്ഷൻ ഇന്നും നേടിയെടുക്കാനാണ് സാധ്യത. ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 14 കോടിയിലേക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 23 കോടിയിലേക്കും എത്തിച്ചേരുന്നതാണ്. ഓണം റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് ടോവിനോ തോമസ് നായകനായ ARM തന്നെയാണ്. ജിതിൻലാൽ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി സെപ്റ്റംബർ 12 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി നേടിയെടുത്തത് 13,35,00,000 രൂപയാണ്. 4 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 2,85,00,000 രൂപയും 4 ദിവസത്തെ GCC ഓവർസീസ് കളക്ഷൻ 16,90,00,000 രൂപയുമായിരുന്നു. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 33,10,00,000 സ്വന്തമാക്കിയ സിനിമ 5-ാം ദിവസമായ തിങ്കളാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് 5.5 കോടിയോളം രൂപയായിരുന്നു. ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 22 കോടിയോളം സ്വന്തമാക്കിയ സിനിമ 7-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് ഏകദേശം 3 കോടിയോളം രൂപയാണ്. അങ്ങനെ ആദ്യ ഒരാഴ്ച കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 25 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 7-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 4,86,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് 50,10,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ, അതായത് 5-ാം ദിവസം ചിത്രത്തിന്റെ 50 കോടി പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 50,10,00,000 രൂപയാണ് 7 ദിവസം കൊണ്ട് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ടോവിനോയുടെ കരിയറിലെ തന്നെ ആദ്യ 50 കോടി ചിത്രം കൂടിയാണ് അജയന്റെ 2-ാം മോഷണം. സോളോ റിലീസ് ചിത്രങ്ങളിൽ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരുന്ന തല്ലുമാലയെ മറികടന്നാണ് അജയന്റെ 2-ാം മോഷണം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 8-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കേരള ബോക്സ് ഓഫീസിൽ ഇന്നും 2 കോടിക്ക് മുകളിൽ കളക്ഷൻ ചിത്രം നേടിയെടുക്കാനാണ് സാധ്യത. അതനുസരിച്ചുള്ള ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടെ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 27 കോടി രൂപയിലേക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 53 കോടിയിലേക്കും എത്തിച്ചേരുന്നതാണ്. ഓണം റിലീസായി സെപ്റ്റംബർ 13 തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമയാണ് കൊണ്ടൽ. സോഫി അപ്പോൾ നിർമ്മിച്ച് ആന്റണി വർഗീസ് പെപ്പെ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 2,50,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 2,80,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ കൊണ്ടൽ എന്ന സിനിമ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. ഉമർ ലുലു സംവിധാനം ചെയ്ത് റഹ്മാൻ, ബാബു ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് എന്നിങ്ങനെ അഭിനയിച്ച് സെപ്റ്റംബർ 13 ഓണം റിലീസായി തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമയാണ് ബാഡ് ബോയ്സ്. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് ആവറേജ് കളക്ഷൻ മാത്രമേ നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളൂ. ചിത്രം ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 1,64,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയും നിലവിൽ സാമ്പത്തികമായി പരാജയമാണ്. ഓണം റിലീസായി തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. ഷെബി ചൌഘട്ട് സംവിധാനം ചെയ്ത ഈ ത്രില്ലർ സിനിമ ലിമിറ്റഡ് സ്ക്രീനുകളിൽ മാത്രമാണ് റിലീസ് ചെയ്യപ്പെട്ടത്. റുഷിൻ എസ് കൈലാസ്, അബു സലീം, സിനോജ് വർഗീസ്, ഡോക്ടർ രജിത് കുമാർ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. ചുരുക്കം ചില സിനിമ കണ്ട പ്രേക്ഷകരിൽ നിന്നുള്ള അഭിപ്രായ പ്രകാരം വളരെ നല്ലൊരു സിനിമ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓണം റിലീസായി തിയേറ്ററിലെത്തിയ വലിയ സിനിമകൾക്കിടയിൽ വലിയ സ്ക്രീൻ കൗണ്ടൊന്നുമില്ലാതെ ശ്രദ്ധ നേടാനാകാതെ പോയ ഈ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഈ 5 സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.